നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 148 അധ്യായം 5 വാക്യം. അവൻ കൽപ്പിച്ച് അവ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അവ യഹോവയുടെ നാമത്തെ സ്തുതിക്കട്ടെ. ഏറ്റവും പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും സൃഷ്ടികളാണ്. നമുക്ക് തുല്യനായല്ല, നമ്മളെക്കാൾ ഉയരങ്ങളിലിരിക്കുന്ന ഒരു ദൈവം, സൃഷ്ടാവ് നമുക്കുണ്ട്. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ സൃഷ്ടിക്കുമ്പോഴും എല്ലാത്തിൻ്റെയും അധികാരം അവന് നൽകുമ്പോഴും പരമോന്നതനായ ആ ദൈവത്തിൻ്റെ ആഗ്രഹം തൻ്റെ സൃഷ്ടിയുടെ മകുടം തന്നെ അവനെ വാഴ്ത്തണമെന്നും അവനെ സ്തുതിക്കണമെന്നുമുള്ളതാണ്. ഈ വചനം നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. അവൻ സൃഷ്ടിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അവനാൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് ആ സൃഷ്ടി മുഴുവനും അവൻ്റെ നാമത്തെ വാഴ്ത്തട്ടെ, സ്തുതിക്കട്ടെ എന്നുള്ളത്. നമ്മുടെ സ്തുതികൾ ഉയരേണ്ടത് സ്വർഗത്തിലേക്കാണ്. സ്വർഗത്തിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന രാജാവായ സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്കാണ്. അങ്ങനെയെങ്കിൽ ഈ വചനത്തിലൂടെ നമുക്ക് അതിനുവേണ്ടി ഒന്ന് ശ്രമിച്ചാലോ? പ്രാർത്ഥിക്കാം, മനസ്സറിഞ്ഞ് സ്തുതിക്കാം, ആരാധിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ വചനം അതിന് നമ്മെ വഴികാട്ടട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു പട്ടണത്തിൽ ഒരു ധനവാനായിട്ടുള്ള മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ധനവാനാണെങ്കിലും അയാൾ ഒരു ക്രിസ്ത്യാനി കൂടിയായിരുന്നു. എന്നാൽ ഉത്തമ ക്രിസ്ത്യാനിയാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നതാണ് ഉത്തരം. നിരീശ്വരവാദിയായിട്ടുള്ള, എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാന മൂല്യത്തിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ. വളരും തോറും നിരീശ്വരവാദത്തിലേക്ക് അയാൾ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും കുടുംബം മുഴുവനും പള്ളിയിലേക്ക് പോകുമ്പോൾ ഇയാളാകട്ടെ ആ ദേവാലയത്തിന്റെ അടുത്തുള്ള കവലയിൽ ഇരുന്നു കൊണ്ട് പള്ളിയെയും പള്ളിയുടെ ശുശ്രൂഷകളെയും പട്ടക്കാരെയും ഒക്കെ കുറ്റം പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് തൻ്റെതായിട്ടുള്ള ഭാവങ്ങളും തൻ്റെതായിട്ടുള്ള ആശയങ്ങളും പ്രകടിപ്പിച്ചുകൊണ്ടേയിരുന്നു. പലരും അദ്ദേഹത്തോട് മാറി മാറി ചോദിച്ചു, നീ ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ച് വളർന്ന വ്യക്തിയല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ മാറി നിൽക്കുന്നത്? ദേവാലയം എന്നാൽ ദൈവം വസിക്കുന്ന ഇടമെന്നല്ലേ അർത്ഥം? ദേവാലയത്തിലേക്ക് ഓരോരുത്തരും വരുന്നത് സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടാണ്. അവരെ കൂടി കുറ്റം പറഞ്ഞ് അവർക്കുള്ള നന്മകളും അവർക്കുള്ള സമാധാനവും കൂടി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നീ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? പ്രത്യേകിച്ച് നിന്റെ കുടുംബക്കാരോട് തന്നെ. നിന്റെ ഭാര്യയും മക്കളും എത്ര നന്നായിട്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. അവിടെയെല്ലാം നീ ഒരു നിരീശ്വരവാദിയായിട്ട് നിന്നു കഴിഞ്ഞാൽ അവസാനം നിന്റെ ജീവൻ നഷ്ടമാകുന്ന സമയത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ നിനക്ക് വേണ്ടി കരയാനോ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? അതുകൊണ്ട് ജീവിക്കുന്ന കാലം അത്രയും ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ ശ്രമിച്ചുകൂടെ? ഇങ്ങനെ പലതരത്തിലുള്ള വാക്കുകൾ അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് എത്തുമായിരുന്നു. പക്ഷെ അയാൾ അതൊന്നും വകവെച്ചിട്ടുമില്ല. അയാൾ എല്ലാ ദിവസവും പള്ളിയുടെ അടുത്തുള്ള ആ കവലയിലേക്ക് പോകും. അവിടെ ഇരുന്ന് ഇതേ പല്ലവി ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് എന്തായിരിക്കും അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ള കഥയിലേക്ക് നമുക്ക് വരാം. കാരണം അത് കുറച്ച് ആകാംക്ഷ നിർഭരമായിട്ടുള്ള ഒരു കഥ തന്നെയാണ്, ഒരു ജീവിതം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അതിനു മുൻപായി നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ കോളറിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ശാലിനി. എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ നെടുമങ്ങാട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, അനിയനുണ്ട്, മോളുണ്ട്. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാരും സുഖമായിട്ടിരിക്കുക. ഓക്കെ ചേച്ചി. അപ്പൊ എന്തായാലും ചേച്ചി അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും വചന സമീക്ഷയിൽ ഉണ്ടാവുക. ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. പോവാം. ചോദ്യം ഇതാണ്: ആ ജീവികളുടെ നടുവിൽ കണ്ട കാഴ്ച എന്തായിരുന്നു? നടുവിൽ കണ്ട കാഴ്ച എന്തായിരുന്നു? കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ച. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കനൽ പോലെയും പന്തങ്ങൾ പോലെയും ഒരു കാഴ്ച. രണ്ടാമത്തെ ചോദ്യം: ആ ജീവികളെ യെഹെസ്കേൽ നോക്കിയപ്പോൾ 4 മുഖങ്ങളോട് കൂടെ കണ്ടത് എന്തായിരുന്നു? ജീവികളെ യെഹെസ്കേൽ നോക്കിയപ്പോൾ 4 മുഖങ്ങളോട് കൂടെ കണ്ടത് എന്തായിരുന്നു? ഓരോ ചക്രം. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ലോക്ക് ചെയ്യുവാണേ. ഓക്കെ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്: ഓരോ ചക്രം. ചേച്ചി ഇപ്പോ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം തന്നിട്ടുണ്ടേ. അപ്പോ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. അതിനു മുന്നേ ചേച്ചിക്ക് ഇതുവരെ ബൈബിളൊക്കെ വായിക്കാറുണ്ടോ എല്ലാ ദിവസവും? ബൈബിൾ വായിക്കാറുണ്ട്. ഇഷ്ടമാണ് ബൈബിൾ വായിക്കാൻ? ബൈബിൾ വായിക്കാൻ ഇഷ്ടമാണ്. ചേച്ചിക്ക് ഇത്രയും നാൾ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും നമ്മൾ പറയില്ലേ സ്പർശിച്ചിട്ടുള്ള വചനം ഏതാ? വചനം ഏതെങ്കിലും ഉണ്ടോ?
എന്നുവെച്ചാൽ എല്ലാ വചനം വായിക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതലും മനസ്സിൽ സ്പർശിക്കുന്നതാണ്. ആ ആ എങ്കിലും ഏറ്റവും ആ എന്തോ ഏതെങ്കിലും ഒന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. പറഞ്ഞോളൂ. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, ഉം. യഹോവ തന്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കും. ഉം. സങ്കീർത്തനം 29:11. അപ്പോ എപ്പോഴും ആ വചനം ഉരുവിടാറുണ്ടോ, ചൊല്ലാറുണ്ടോ? ഉണ്ട്. ഇനിയും ചൊല്ലുക കേട്ടോ. ഇനിയും ഒരുപാട് വചനങ്ങളെയൊക്കെ പഠിക്കാനൊക്കെ പറ്റട്ടെ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പോവാം. ചോദ്യം ഇതാണ്: ചക്രങ്ങളിൽ യെഹെസ്കേൽ കണ്ട പ്രത്യേകതകൾ എന്തെല്ലാമായിരുന്നു? ചക്രങ്ങളുടെ രൂപവും പണിയും പുഷ്പരാഗം പോലെയായിരുന്നു. 4 ഒരേ ആകൃതിയായിരുന്നു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഇച്ചിരി വലിയ ആൻസർ ആയിരുന്നല്ലേ, പക്ഷെ കുഴപ്പിക്കാണ്ട് പറയാനും പറ്റി. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ചക്രങ്ങളുടെ രൂപവും പണിയും പുഷ്പരാഗം പോലെ ആയിരുന്നു, 4 ഒരേ ആകൃതി ആയിരുന്നു. അപ്പൊ ഇനി ഒരു ചോദ്യം കൂടി ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആകും. ചോദ്യം ഇതാണ്: 4 ചക്രത്തിന്റെയും പട്ടകൾക്ക് ചുറ്റും എന്തുണ്ടായിരുന്നു? നിറയെ കണ്ണുകൾ. ഒരു സംശയവും ഇല്ല. ഇല്ല. ശരി ഉത്തരമാണ് ശാലിനി ചേച്ചി. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: നിറയെ കണ്ണുകൾ. അപ്പോ 3 ചോദ്യം. അപ്പൊ നമ്മുടെ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്, ഒരു വചനമൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. ശാലിനി ചേച്ചിയായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. എല്ലാ അംഗങ്ങളുള്ള നല്ലൊരു കൂട്ടുകുടുംബം പോലുള്ള ഒരു കുടുംബം എന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എല്ലാ ഐക്യവും ബലവും ഒക്കെ ഈശോ നൽകട്ടെ. നല്ല ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അവിടെ ഉണ്ടാകട്ടെ. എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. അങ്ങനെ ഇരിക്കെ ഒരു നാൾ നിരീശ്വരവാദിയായിട്ടുള്ള ഈ മനുഷ്യൻ, ധനികനായിട്ടുള്ള ഈ മനുഷ്യൻ ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഒരു ഞായറാഴ്ച ദിവസമാണ്. ഭാര്യയും മക്കളും എല്ലാം പള്ളിക്കകത്തേക്ക് പോയി, ദേവാലയത്തിനുള്ളിലേക്ക് പോയി പ്രാർത്ഥനകൾ ആരംഭിച്ചു. മണി ശബ്ദം ഉയർന്നു കേട്ടു. വൈദികന്റെ പ്രാർത്ഥനയും കുന്തിരിക്കത്തിന്റെ മണവും എല്ലാം ആ ഒരു പ്രദേശത്ത് അനുഭവപ്പെടുകയാണ്. ഇയാൾ പതിവ് പോലെ ആ ഒരു കവലയിൽ ഇരുന്നു കൊണ്ട് കുറ്റം പറയാൻ ആരംഭിച്ചു. ഇന്ന് വിശുദ്ധ കുർബാന ചൊല്ലുന്ന അച്ഛനെ കുറിച്ചാണ് ഇന്നത്തെ അദ്ദേഹത്തിന്റെ സംസാര വിഷയമായിട്ട് വന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഭാര്യ ഈ അച്ഛനെയും കൊണ്ട് ഇയാളെ കാണാൻ വരികയാണ്. അച്ഛോ, എന്തെങ്കിലും പറഞ്ഞ് ഈ മനുഷ്യനെ ഒന്ന് ഉപദേശിക്കണം പള്ളിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. മനുഷ്യനെല്ലാം ദൈവം കൊടുത്തിട്ടുണ്ട്. സമ്പത്തിന് സമ്പത്ത്, സ്വത്തിന് സ്വത്ത്, മക്കൾക്ക് നല്ല മക്കൾ, യാതൊരുവിധ സ്വഭാവ ദൂഷ്യങ്ങളും മക്കൾക്കില്ല, ഇദ്ദേഹത്തിനുമില്ല. പക്ഷെ എന്നിരുന്നാലും ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ അദ്ദേഹത്തിന് വിശ്വാസമില്ലായ്മയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് നീ ആരെക്കുറിച്ചാണ് കുറ്റം പറഞ്ഞത്? അപ്പോൾ അയാൾ ഒരു മടിയും കൂടാതെ പറയുന്നുണ്ട്, ഇന്ന് അച്ഛനെ കുറിച്ചാണ് ഞാൻ കുറ്റം പറഞ്ഞത്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നു, എന്നെക്കുറിച്ച് ഒന്നും അറിയാത്ത നീ എന്ത് കുറ്റമാണ് പറയാനുള്ളത്? അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച വരെയും അച്ഛന്മാർ ചൊല്ലിയിരുന്ന പാട്ടുകളൊക്കെ ആ രാഗത്തിലും ഈ ഈണത്തിലും ഒക്കെ ആയിരുന്നു. പക്ഷെ അച്ഛൻ ഇന്ന് അതല്ല ചൊല്ലിയത്. അത് കേട്ടിട്ട് അത്ര സുഖം തോന്നുന്നില്ല. അപ്പോൾ ഇത് കേട്ടിട്ട് ഈ വൈദികൻ അത്ഭുതപ്പെടുന്നുണ്ട്. നീ വിശ്വസിക്കുന്നില്ല, നിന്റെ വായിൽ നിന്ന് ഒരു പ്രാർത്ഥനയും ഉരുവിടുന്നുമില്ല എന്നാണ് നിന്റെ ഭാര്യ പറഞ്ഞത്. പക്ഷെ നീ ഇത്രയും ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ച് ആ ഒരു ദേവാലയ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, ഇത് ഒരിക്കലും സ്നേഹത്തോടെയുള്ള ശ്രദ്ധയല്ല, പിന്നെയോ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ശ്രദ്ധയാണ്. അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ എന്നെങ്കിലും ഒരു ദിവസം ദൈവത്തെ മനസ്സിലാക്കും, ദൈവസ്നേഹത്തെ മനസ്സിലാക്കും, ദേവാലയത്തിലേക്ക് കയറും. അപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, എന്നെ കൊന്നാലും അല്ലെങ്കിൽ എൻ്റെ ജീവന്റെ അവസാന ശ്വാസം വരെ ഞാൻ ദേവാലയത്തിന്റെ പടി ഞാൻ ചവിട്ടില്ല, ദേവാലയത്തിലേക്ക് ഞാൻ കയറില്ല എന്ന് തന്നെ പറയുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ആ നാളുകൾ അടുത്തു കഴിഞ്ഞു, നീ ഇത് മാറ്റി പറയുമെന്ന്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒരുപക്ഷെ എതിര് നിന്ന് വെല്ലുവിളിച്ചത് ഒരു വൈദികനാണ്, അല്ലെ? ഒരു വൈദികനാണ് പറഞ്ഞത്, നീ ദേവാലയത്തിലേക്ക് കയറും. എന്നാൽ കയറില്ല എന്ന് പറഞ്ഞത് അതുവരെയും നിരീശ്വരവാദിയായി ജീവിച്ച ഒരു മനുഷ്യനും. ഇതിൽ ആരുടെ ഭാഗമായിരിക്കും സത്യമായിട്ട് വരിക? ആരെയായിരിക്കും ദൈവം കേട്ടിട്ടുണ്ടാവുക എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ജോസഫ്, തിരുവല്ലയിൽ നിന്ന് ജോസഫ് അങ്കിള അല്ലേ? അതെ 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 അതെ. അങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ആരുമില്ല, ഞാൻ തന്നെ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കാണ്. അപ്പൊ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനൊക്കെ ഒത്തിരി സമയം കിട്ടാറുണ്ടായിരിക്കുമല്ലോ? പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, ഒത്തിരി ജോലികളുണ്ട്, എന്നാലും പ്രാർത്ഥിക്കാനും ഒരു സമയമുണ്ട് കേട്ടോ. ഓക്കെ, സന്തോഷം. ഓക്കെ, അത്രയും ബൈബിളൊക്കെ വായിക്കാറുണ്ടോ? അപ്പോ ബൈബിള് വായന കുറവാ. വായന കുറവാ, പക്ഷെ പ്രാർത്ഥന കൂടുതലാ.
എന്നാലും പ്രാർത്ഥിക്കുകയും വചനങ്ങൾ അറിയാം, പ്രസംഗമൊക്കെ കേൾക്കുന്നില്ല. ചെറുപ്പം മുതലേ ഇങ്ങനെ പഠിച്ച് സൺഡേ സ്കൂളൊക്കെ പഠിച്ച് കേട്ടും ഒക്കെ നല്ല പരിചയമൊക്കെയാ. അതിന്റെ ഒരു ആത്മീയ ഉണർവുണ്ടല്ലേ? തീർച്ചയായിട്ടും അതെന്നും പറഞ്ഞ് ജീവിക്കുക. സന്തോഷം അങ്ങളെ അങ്ങനെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോ. മറ്റുള്ള ഇത് സീരിയലും പിക്ചറും ഒന്നും കാണുന്ന സ്വഭാവമില്ല, ഇഷ്ടമില്ല. ഓക്കെ, ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. ആ പ്രസംഗങ്ങൾ കേൾക്കും. ഞാൻ യൂട്യൂബിൽ ഈ വേർഡ് ടു വേർഡ് ചാനലിൽ ഞാൻ ഇങ്ങനെ നല്ല നല്ല പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. താങ്ക് യു. അപ്പൊ എന്തായാലും അങ്ങളെ അറിയാലോ, നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും വചന സമീക്ഷയിൽ ഉണ്ടാവുക. ഓക്കെ. ഒന്നാമത്തെ ചോദ്യത്തിലൊക്കെ കേറാം. ആയിക്കോട്ടെ. ചോദ്യം ഇതാണ്: യഹോവയുടെ കൽപ്പന അനുസരിച്ച് സമഭൂമിയിലേക്ക് പോയ യെഹെസ്കേലിനുണ്ടായ അനുഭവം എന്തായിരുന്നു? അവിടെ യഹോവയുടെ മാത്രം നിലനിൽക്കുന്നത് കണ്ടു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: അവിടെ യഹോവയുടെ മഹത്വം കെബാർ നദീ തീരത്ത് കണ്ട മഹത്വം പോലെ നിൽക്കുന്നത് കണ്ടു. അപ്പോ രണ്ടാമത്തെ ചോദ്യം ചോദിക്കുവാണേ. യഹോവയുടെ മഹത്വം കണ്ട യെഹെസ്കേൽ ചെയ്തത് എന്താണ്? സംശയമുണ്ടോ? ഇല്ല. അത്രയും ഉറപ്പ് അങ്കിളിനുണ്ടെങ്കിൽ ഞങ്ങളും സംശയിക്കാൻ പാടില്ലല്ലോ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: അവൻ കവിണ്ണു വീണു. ഇപ്പോ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയില്ലേ? അപ്പോ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അതിന് മുൻപായിട്ട് അങ്കിളെ പാട്ടൊക്കെ പാടാറുണ്ടോ? തീർച്ചയായിട്ടും. എത്ര പാട്ട് നിസ്സാരമല്ലേ ഇതൊക്കെ? ഏത് പാട്ട് പാടുമെന്നുള്ള കൺഫ്യൂഷൻ ഏതാ പാടണമെന്നുള്ളത്. അങ്ങനെയാണോ? എന്നാ പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടൊന്ന് പാടാവോ? പാടിക്കോ അങ്കിളെ. പ്രിയന്മാരങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും സന്തോഷവേളയിൽ വേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി സന്തോഷവേളയിൽ വേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. ഒത്തിരി പാട്ട് പാടാറുണ്ടല്ലേ? ഞാൻ ടൈം പോകുന്നുണ്ട്, അല്ലെ കുറച്ചുകൂടെ പാടിയെന്നെ. സാരല്ല, പോട്ടെ. ഇനി അങ്കിള് വചന സമീക്ഷയിലേക്ക് വിളിച്ചാൽ ഒത്തിരി അവസരങ്ങൾ കിട്ടും. ഉറപ്പായിട്ട് നന്നായിട്ട് പാടി കേട്ടോ. നമുക്ക് ഇതേ സന്തോഷത്തില് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: കവിണ്ണു വീണ യെഹെസ്കേലിന്റെ മേൽ ആത്മാവ് വന്നിട്ട് എന്താണ് ചെയ്തത്? അവൻ നിർത്തിയിട്ട് എന്താ ചെയ്തേ? നിവർന്ന് നിൽക്കുമാറാക്കി അവനോട് സംസാരിച്ചു. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. എപ്പോഴാ ഉത്തരം പൂർണ്ണമായേ? എങ്ങനെയാണ് ഉത്തരം? അവനെ അവന്റെ പാദങ്ങളിൽ നിർത്തി അവനോട് സംസാരിച്ചു. ഇപ്പൊ 3 ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. അവസാനത്തെ ചോദ്യം ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. ചോദ്യം ഇതാണ്: യഹോവ യെഹെസ്കേലിന് കൊടുത്ത അറിയിപ്പ് എന്തായിരുന്നു? അവരുടെ ഇടയിൽ പെരുമാറാൻ കഴിയാവുന്ന അവർ നിന്നെ കയറുകൊണ്ട് കിട്ടി. യഹോവ യെഹെസ്കേലിന് കൊടുത്ത മുന്നറിയിപ്പ് എന്താ? നീ ഊമനായി അവർക്ക് ശാസനാകാതിരിക്കേണ്ടതിന് അവന്റെ നാവിനെ അണ്ണാക്കോട് പറ്റുമാറാക്കി. അതെല്ലാം പറഞ്ഞു. എന്നിട്ട് ഒരു മുന്നറിയിപ്പ് പറയുന്നുണ്ട്: നീ പോയി എവിടെയോ എന്തോ ചെയ്യണം. കഴിയാതെ അവർ നിന്നെ കയറുകൊണ്ട് കെട്ടും. അതെല്ലാം കിട്ടും. ഓക്കെ, അതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ എവിടെങ്കിലും പോയി സുരക്ഷിതനായിരിക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കുന്നേ. എങ്ങനെയാണ് ആ സുരക്ഷിതത്വം പറയുന്നേ? വീടിനകത്ത് കഥ അടച്ച് പാർക്കാം. അങ്ങനെ ആവുമ്പോഴല്ലേ സുരക്ഷിതനാവുള്ളൂ. അതല്ലേ അറിയിപ്പായിട്ട് കൊടുക്കുന്നേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഉത്തരം ശരിയല്ലേ? അപ്പൊ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: നീ ചെന്ന് നിന്റെ വീട്ടിനകത്ത് കഥ അടച്ച് പാർക്കാം. അപ്പൊ നിങ്ങൾ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ടേ. സന്തോഷമായില്ലേ? ഇഷ്ടപ്പെട്ട ഒരു വചനം കൂടെ പെട്ടെന്നൊന്ന് പറയാവോ?
പറയാം. മത്തായി 28 ലാസ്റ്റ്. ആ ഞാനല്ല അവസാനത്തോളം ഇങ്ങോട്ട് കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിക്ക്. ഓക്കേ. ഇനി പറയാം, വചനം പറഞ്ഞതിന് കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എല്ലാ 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 ഇതിനുള്ള കയ്യിലുണ്ടല്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങളെ ഇനിയും വിളിക്കാട്ടോ വചന സമീക്ഷയിലേക്ക്. ഞാൻ എന്നും കാണുന്ന, എല്ലാ ദിവസവും 2 മണിക്ക് കാണുന്ന. ഓക്കെ. അപ്പൊ താങ്ക് യു അങ്ങളെ, താങ്ക് യു സോ മച്ച്. ഇനിയും വിളിക്കാം, ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും കോള്. തീർച്ചയായിട്ടും, നോ പ്രോബ്ലം. ഓക്കെ അങ്ങളെ, താങ്ക് യു. ജോസഫ് അങ്കിളായിരുന്നു നമ്മളോടൊപ്പം കോളിലുണ്ടായിരുന്നത്. എന്താ പറയുക, ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു മനുഷ്യൻ. പ്രത്യേകിച്ച് പാട്ട് പാടാനായാലും വചനം പറയാനായാലും ഒരു മടിയുമില്ല. ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയാണ്, ഞാനിതാ റെഡിയാണ് എന്ന് പറയുന്ന ഒരു അപ്പൻ. അപ്പോൾ അങ്കിളിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്കിള് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ അങ്ങനെ എല്ലാവിധ നന്മകളും ഈശോ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് തന്നെ മടങ്ങി വരാം. ഒരു ചോദ്യം, വേഴ്സസ് എന്നുള്ളൊരു ലെവലിൽ വേഴ്സസ് എന്ന് പറയുന്ന ഒരു ലെവലിൽ നമ്മൾ നിൽക്കുമായിരുന്നു അല്ലേ? ഒരു വശത്ത് ആ നിരീശ്വരവാദിയായിട്ടുള്ള മനുഷ്യനും മറുവശത്ത് വൈദികനും. അങ്ങനെയിരിക്കെ അവിടുത്തെ പെരുന്നാൾ നടക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ ഇതുപോലെ അച്ഛൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെല്ലാം കേൾക്കാനുണ്ട്. ഇദ്ദേഹം പതിവ് പോലെ ആ കവലയിലേക്ക് വന്നിരുന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അവിടെ കൂടിയിരുന്ന ആളുകൾ അത് കാണുന്നത്. പള്ളിയുടെ മുകൾ ഭാഗത്തായിട്ട് തീ ആളി കത്തി പടർന്നിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നിലവിളിയായി, ഉറക്കെയുള്ള കരച്ചിലുകളായി, കരച്ചിൽ ചീളുകളായി ദേവാലയത്തിൽ നിന്നും വൈദികരും വിശ്വാസികളും എല്ലാം ഇറങ്ങി 4 ഭാഗത്തേക്കും ഓടുകയാണ് ജീവൻ രക്ഷാർത്ഥം. അങ്ങനെ ഉള്ള ഒരു സമയത്ത് ആ കവലയിൽ ഉണ്ടായിരുന്ന ഒരുപാട് പേർ ചേർന്ന്, വിശ്വാസികളും ഒപ്പം ചേർന്ന് അടുത്തുള്ള പുഴയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് ഈ ദേവാലയത്തിലേക്ക് ഒഴിക്കാൻ തുടങ്ങി. അതും ഒരാൾ കൊണ്ടുവന്നല്ല, പിന്നെയോ കൈമാറി വെള്ളം ഇവിടെ വരെ എത്തി ഒഴിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അത് ഏകദേശം തീ അണയാറായപ്പോൾ ഈ വൈദികൻ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നോക്കുകയാണ് ആരൊക്കെ ഇതിൽ പങ്കാളികളായി എന്നുള്ളത്. അദ്ദേഹത്തിന്റെ നോട്ടം ഒരു തവണ ആ കവലയിലേക്ക് പോകുന്നു. അവിടെ ആ നിരീശ്വരവാദിയായിട്ടുള്ള മനുഷ്യനില്ല. അപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, വൈദികൻ ചിന്തിക്കുകയാണ്, അവൻ ഓടിക്കാണും, തീർച്ചയായിട്ടും അവൻ ഓടിക്കാണും. അവന് ഇതിലൊന്നും ശ്രദ്ധയില്ലല്ലോ. ആര് മരിച്ചാൽ എന്താ, ആര് ജീവിച്ചാൽ അവൻ എന്താ, അവന് ഈശോയിൽ വിശ്വാസം ഇല്ലല്ലോ എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കാഴ്ച കാണുകയാണ്. അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച, അവിടെ കൂടിയിരുന്ന മറ്റാരും പ്രതീക്ഷിക്കാത്ത, എന്തിനേറെ പറയുന്ന നിരീശ്വരവാദിയുടെ ഭാര്യയും മക്കളും പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച അദ്ദേഹം കാണുകയാണ്. എന്തായിരുന്നു ആ കാഴ്ച? നിങ്ങളും ആകാംക്ഷയിലല്ലേ? നമുക്ക് ആ കാഴ്ച എന്താണെന്ന് അറിയാം. അതിനു മുൻപായി നമുക്ക് 3ാമത്തെ കോളിലേക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് അനുരാഗ് എന്നാണ്. അനുരാഗ് എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ തിരുവനന്തപുരം പേരൂർക്കടയിൽ നിന്ന് വിളിക്കുന്നു. പേരൂർക്കടയിൽ നിന്ന് വിളിക്കുന്നു. ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അനുരാഗെ? വീട്ടില് അച്ഛനും അമ്മയും ചേട്ടനും. ഓക്കെ. അനുരാഗ് വർക്ക് ചെയ്യുവാണോ പഠിക്കുവാണോ? ഞാൻ ഇപ്പോ വർക്ക് ചെയ്യുവാണ്. വർക്ക് ചെയ്യുവാണ്. അപ്പൊ ജോലിക്കാരനാണല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ അനുരാഗെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കയറിയാലോ? അറിയാലോ. നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതെ. 1ാമത്തെ ചോദ്യം ഇതാണ്: യഹോവ സംസാരിക്കുന്ന വചനങ്ങളൊക്കെയും ചെവി തുറന്ന് കേട്ട് ആരുടെ അടുക്കൽ ചെന്ന് സംസാരിക്കുവാനാണ് യെഹെസ്കേലിനോട് പറഞ്ഞത്? പറഞ്ഞത് അവന്റെ ജനത്തിന്റെ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. ഉത്തരം ഇങ്ങനെയാണ്: അവന്റെ ജനത്തിന്റെ പുത്രന്മാരായ പ്രവാസികളുടെ അടുക്കൽ. അപ്പൊ നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആത്മാവ് യെഹെസ്കേലിനെ എടുത്തുയർത്തിയപ്പോൾ അവന്റെ പിമ്പിൽ നിന്ന് വലിയ മുഴക്കത്തോടെ കേട്ട ശബ്ദം എന്തായിരുന്നു? മുഴക്കത്തോടുകൂടി കേട്ട ശബ്ദം യഹോവയുടെ മഹത്വം സ്ഥലത്തു നിന്നും അനുഗ്രഹിക്കട്ടെ. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: യഹോവയുടെ മഹത്വം സ്വസ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടട്ടെ. ഇപ്പൊ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം പറയാൻ പറ്റിയപ്പോ ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അനുരാഗെ, നമുക്ക് വേണ്ടിട്ട് ഇന്ന് എന്താ ഒരു പാട്ട് പാടാൻ പറ്റുമോ, അതോ വചനം പങ്കുവെക്കോ, അതോ ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെ പറ്റി ഒരു 2-3 സെന്റൻസ് ഒന്ന് പറയോ? ബൈബിളില് ഞാൻ ആക്ച്വലി ബൈബിള് വായിക്കും. പക്ഷെ എന്നാലും എനിക്കതില്
ഒരുപാട് ക്യാരക്ടേഴ്സിന് ഒരുപാട് ഇതായിട്ടുണ്ട്. പ്രവാചകന്മാരെ കുറിച്ചായിരുന്നാലും ഉം. പിന്നെ അതുപോലെ തന്നെ അബ്രഹാമിന്റെ ജനനം തൊട്ടുള്ള കാര്യങ്ങള് അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ആ കുറച്ച് പക്ഷേ കുറച്ച് ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെ, അബ്രഹാമിനെ പോലെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ച്. അതെ 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 അതെ. ഓക്കെ, അപ്പോ അതൊക്കെ വായിച്ച് നല്ല അവബോധത്തിൽ ബൈബിളിൽ തന്നെ വളരാൻ പറ്റട്ടെ. തീർച്ചയായും. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? തീർച്ചയായും. ചോദ്യം ഇതാണ്: യഹോവയുടെ വചനങ്ങൾ യെഹെസ്കേൽ അറിയിക്കുമ്പോൾ ഇസ്രായേൽ ഗൃഹം എവിടെയായിരുന്നു? അവരപ്പോൾ പ്രവാസികളായിരുന്നു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ശരിയാണ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: പ്രവാസികളായിരുന്നു അവർ. ഇപ്പൊ 3 ചോദ്യങ്ങളും കൃത്യമായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്: വലിയ മുഴക്കമുള്ള ശബ്ദം യെഹെസ്കേൽ കേട്ടത് എന്തായിരുന്നു? ജീവികളുടെ ചിറകുകൾ പരസ്പരം ഉരസുന്ന ശബ്ദം, അവയുടെ അരികെയുള്ള ചക്രങ്ങളുടെ ശബ്ദവും ഇതൊക്കെയായിരുന്നു ഒരു മുഴക്കത്തോടു കൂടി കേട്ടത് ശബ്ദം. ഉത്തരം ശരിയാണ്, സംശയമൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ അതിന്റെ ഉത്തരം എങ്ങനെയാണ്: ജീവികളുടെ ചിറകുകൾ പരസ്പരം ഉരസുന്ന ശബ്ദവും അവയുടെ അരികെയുള്ള ചക്രങ്ങളുടെ ശബ്ദവും. 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. ബൈബിൾ ഇനിയും പഠിക്കുക കേട്ടോ. ഇനിയും വചന സമീക്ഷയിലേക്ക് വിളിക്കുക, പഠിക്കുക, ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. നമുക്ക് വചനമൊക്കെ പങ്കുവെക്കാം. എന്തുമാത്രം അവസരങ്ങളാ. അതെ അതെ, തീർച്ചയായും. ഓക്കെ അനുരാഗി, അപ്പൊ താങ്ക് യു സോ മച്ച്. അനുരാഗായിരുന്നു നമ്മളെ വിളിച്ചത്. അപ്പോൾ ഏറ്റവും നല്ല രീതിക്ക് തന്നെ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു. ഭയങ്കര സന്തോഷത്തിലാണ് ഒരു കോളും അവസാനിച്ചത്. തീർച്ചയായിട്ടും അനുരാഗിനെയും കുടുംബത്തെയും ഒക്കെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. എല്ലാവരും ഞെട്ടലോടെ അത്ഭുതത്തോടെ കണ്ട കാഴ്ച എന്തായിരുന്നു എന്നുള്ളതല്ലേ. ഈ കൈമാറി പുഴക്കരയിൽ നിന്നും ആ കുടം അല്ലെങ്കിൽ വെള്ളം എടുക്കുന്ന കുടങ്ങൾ കൈമാറി വന്നപ്പോൾ ഈ ദേവാലയത്തിന്റെ ഏറ്റവും മുകളിൽ ഉഗ്രഭാഗത്തിരുന്നു കൊണ്ട് ഈ തീ അണയ്ക്കുവാനായിട്ട് വെള്ളം ഒഴിച്ചത് ആരായിരുന്നു? ഈ നിരീശ്വരവാദിയായെന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ട് നടന്ന മനുഷ്യനായിരുന്നു. പെട്ടെന്നൊരു അത്യാപത്ത് അല്ലെങ്കിൽ ഒരു അവസ്ഥ വന്നപ്പോൾ അദ്ദേഹത്തിന് മറ്റൊന്നും ചിന്തിക്കാനായില്ല, മറ്റൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. പെട്ടെന്ന് ചാടിക്കയറി ആ ദേവാലയത്തിന്റെ മുകളിലുള്ള ആ തീ കെടുത്തുവാനായിട്ട് മറ്റാരെക്കാളും മുൻപന്തിയിൽ നിന്നതും അദ്ദേഹമായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് അച്ഛൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പറയുന്നുണ്ട്: നിരീശ്വരവാദിയാണെന്ന് നീ നിനക്ക് നൽകിയ വിശേഷണമാണ്. പണ്ടൊരിക്കൽ നിന്റെ ഉള്ളിലെ ദൈവികത ഞാൻ തിരിച്ചറിഞ്ഞതാണ്. അന്ന് നീ എന്നോട് ഒരു ചോദ്യം ചോദിച്ചില്ലായിരുന്നോ അച്ഛാ? അല്ലെങ്കിൽ എന്നെക്കുറിച്ച് നീ കുറ്റം പറഞ്ഞില്ലായിരുന്നോ? ഈ കുറ്റങ്ങളൊക്കെ ഉണ്ട്. അച്ഛൻ്റെ പാട്ട് ശരിയായില്ല. പക്ഷെ ഇതൊക്കെയും ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളത് കൊണ്ട് മാത്രം ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതകളാണ്. പക്ഷെ നീ അതൊന്നുമല്ല, അതിൻ്റെ ഒരു തെറ്റായിട്ടുള്ള വശമായിരുന്നു കണ്ടത്. അതുകൊണ്ടാണ് ഇത്രയും നാൾ നിന്റെ കണ്ണുകൾ മൂടപ്പെട്ടത്. ഇന്നിതാ ഒരാപത്ത് വന്നപ്പോൾ ദൈവം അതിനായി വിനിയോഗിച്ചതും നിന്നെയായിരുന്നു. ഏറ്റവും പ്രിയമുള്ളവരെ, ഈ ഒരു കഥയിൽ എവിടേക്കോ നമ്മളുമില്ലേ? പലപ്പോഴും ദൈവമില്ല അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടമായി നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട് അല്ലെങ്കിൽ അലഞ്ഞു തിരിയാറുണ്ട്. പക്ഷേ എപ്പോഴൊക്കെയോ ആ ദൈവത്തിന്റെ സ്നേഹം, അതേ കരുതൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇല്ലെന്ന് പറയുന്ന ദൈവത്തിന്റെ അതേ സ്നേഹം, അതേ കരലാളനയിൽ നമ്മളും ആയിരുന്നിട്ടുണ്ട്. ആ നിരീശ്വരവാദിയെ പോലെ നമ്മുടെ കണ്ണുകളെ മൂടപ്പെട്ടിരിക്കുന്ന ആ മഞ്ഞിനെ, മൂടൽ മഞ്ഞിനെ ഒന്ന് മാറ്റി നോക്കിയാൽ തെളിഞ്ഞ വാനവും തെളിഞ്ഞ ഭൂമിയും നമുക്ക് കാണാനാകും. അവിടെയുള്ള പ്രതിച്ഛായ രൂപം അല്ലെങ്കിൽ രൂപസാദൃശ്യം ദൈവത്തിൻ്റെതായിരിക്കും. അങ്ങനെയെങ്കിൽ അവിശ്വാസമാകുന്ന നമ്മുടെ ജീവിതത്തിലെ തെറ്റുകളെ, തിന്മകളെ മാറ്റി നിർത്തി നിരീശ്വരവാദിയെന്ന് മുദ്ര കുത്തപ്പെട്ടവരെ കൂടി ദൈവത്തിന്റെ മഹത്വത്തിലേക്ക്, വെളിച്ചത്തിലേക്ക്, ദിവ്യ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.